ഹലോ ഗായ്സ്. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ് ഓപ്പറേറ്റേഴ്സ്, എന്തെല്ലാം ടൈപ്പിലുള്ള ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്. നമ്മൾ അതിൻ്റെ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് സ്ട്രിംഗ് എന്നാണ്. സോ നമ്മൾ ഓൾറെഡി ഡാറ്റ ടൈപ്പുകളെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ അതിനകത്ത് ഓൾറെഡി നമുക്കറിയാവുന്ന ഡാറ്റ ടൈപ്പുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ന്യൂമറിക്കൽ ഡാറ്റ ടൈപ്പ് ആയിട്ടുള്ള ഇൻറ്റ്, ഫ്ലോട്ട്, കോംപ്ലക്സ് ഒക്കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്ട്രിങ്ങിനെ കുറിച്ച് ജസ്റ്റ് പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്ട്രിംഗ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിനെ കുറിച്ച് A to Z കാര്യങ്ങളാണ്. സോ വെൽക്കം ബാക്ക് ടു എം കോഡിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഈ വീഡിയോ പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. സോ നമ്മളിവിടെ ഓൾറെഡി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ ഈ ഒരു പാർട്ടിൻ്റെ അകത്ത് നമ്മൾ എന്താണ് സ്ട്രിങ്, അതുപോലെ തന്നെ എന്തെല്ലാമാണ് സ്ട്രിങ്ങിനെ കുറിച്ചിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് കൺകാറ്റനേഷൻ, അതുപോലെ തന്നെ റിപ്പീറ്റേഷൻ സ്ട്രിങ്ങിൻ്റെ അകത്ത്, അതുപോലെ തന്നെ സ്ട്രിങ് ഫോർമാറ്റിംഗ്. സോ ഇത്ര മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ നെക്സ്റ്റ് വീഡിയോൻ്റെ അകത്ത് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ട്രിങ്ങിൻ്റെ സ്ലൈസിങ് എങ്ങനെയാണ്, അതുപോലെ തന്നെ സ്ട്രിങ് മെത്തേഡ്സുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതാണ്. ഓക്കെ. സോ നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഈ ഒരു പാർട്ട് നോക്കുന്നില്ല. ഓക്കെ. സോ നമ്മൾ ഡയറക്റ്റ്ലി നമുക്ക് വീഡിയോട്ട് എടുക്കാം. സോ എന്താണ് സ്ട്രിങ്? സോ സ്ട്രിങ് എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. അതിനെ നമുക്ക് ഐട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്ന സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്നത്. ഓക്കെ. സോ നമുക്കത് സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ പറയുകയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു ഹലോ വേൾഡ്. ഓക്കെ. സോ ഇത് നമ്മൾ പറയുന്നത് സീക്വൻസ് ഓഫ് ക്യാരക്ടർ ആണ്. സോ ഇവിടെ എച്ച് ഒരു ക്യാരക്ടറാണ്, ഇ ഒരു ക്യാരക്ടറാണ്, എൽ എൽ എൽ, അതുപോലെ തന്നെ ഒ ഡബ്ല്യു ഒ ഓർ എൽ ഡി എല്ലാം നമുക്ക് എന്താണ് ഓരോ ക്യാരക്ടേഴ്സ് ആണ്. സോ ഒരു സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെ അടുക്കി പെറുക്കി വെച്ചതിനെയാണ് നമ്മൾ സ്ട്രിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്ട്രിങ്ങിനെ നമുക്ക് 2 രീതിയിൽ നമ്മൾ നൊട്ടേഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ സിംഗിൾ കോട്ട് ഇടാം, അതുപോലെ തന്നെ ഡബിൾ കോട്ട് ഇടാം. രണ്ട് ചെയ്ത് കഴിഞ്ഞാലും അത് സ്ട്രിങ് തന്നെയാണ്. ഓക്കെ. സോ നമ്മൾ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് എ. ഓക്കെ. നമുക്ക് കിട്ടുന്നത് ഓക്കെ, ഹലോ വേൾഡ് നമുക്ക് കിട്ടി. ഇനി ഇത് ഡബിൾ കോട്ടിന് പകരം സിംഗിൾ കോട്ട് പോലെ നമുക്ക് വേണമെങ്കിൽ ഡബിൾ കോട്ടും യൂസ് ചെയ്യാം. അവിടെയും നമുക്കത് സ്ട്രിങ് തന്നെയായിട്ട് കാണാൻ പറ്റും. ഓക്കെ. ഇനി എങ്ങനെയാണ് സ്ട്രിങ് എന്ന് മനസ്സിലായത്? സ്ട്രിങ് എന്ന് മനസ്സിലാവാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ഡാറ്റ ടൈപ്പിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. എന്ന് പറയുന്ന പേരാണ് ടൈപ്പ്, റൈറ്റ്? സോ ടൈപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് നമുക്ക് നമ്മളുടെ വേരിയബിൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് എന്ത് ഡാറ്റ ടൈപ്പ് എന്ന് കിട്ടും. സോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സ്ട്രിങ് ആണ്. ഓക്കെ. സോ നമ്മൾ എന്താ സ്ട്രിങ് എന്ന് മനസ്സിലാക്കി, അതിന് ടൈപ്പ് എങ്ങനെ ചെയ്യുമെന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ഐട്രേറ്റബിൾ ആണെന്ന്. സോ ആ ഒരു പോർഷൻ നമ്മൾ ലൂപ്പിൻ്റെ അകത്തോട്ട് വരുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. സോ ഐട്രേറ്റബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഓരോ ക്യാരക്ടറിനെയും നമുക്ക് ലൂപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഓരോ ക്യാരക്ടറിനെയും നമുക്ക് പ്രോസസ്സ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യാനോ എന്ത് വേണമെങ്കിലും സാധിക്കും. സോ ബേസിക്കലി ലൂപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. സോ സ്ട്രിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സീക്വൻസ് ഓഫ് ക്യാരക്ടർ ആണ്. അത് നമുക്ക് ഡബിൾ കോട്ടിലോ സിംഗിൾ കോട്ടിലോ നമുക്ക് നൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിന് ടൈപ്പ് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സ്ട്രിങ്ങിനെ നമുക്ക് എങ്ങനെയെല്ലാം നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. സോ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞത് ഡബിൾ കോട്ടിൻ്റെ അകത്തോ സിംഗിൾ കോട്ടിന് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് മൾട്ടി ലൈൻ സ്ട്രിങ്ങും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പം നമ്മൾ ഇതിപ്പോൾ ഒരു സിംഗിൾ ലൈൻ ആണ് അല്ലേ? സോ അതിന് പകരം ഞാനിവിടെ വേറെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്, ബി. ഓക്കെ. എനിക്കിവിടെ മൾട്ടി ലൈൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു ഡബിൾ കോട്ടിന് പകരം 3 ഡബിൾ കോട്ട് ഇടാം. ഓക്കെ. എന്നിട്ട് എൻ്റർ അടിക്കുക. ഓ സോറി. ഓക്കെ. സോ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഹലോ വേൾഡ്. നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ഹായ് വേൾഡ് കൂടെ വേണമെങ്കിൽ പ്രിന്റ് ചെയ്യാം. ഓക്കെ. വേൾഡ്. ഓക്കെ. ഇനി നമുക്ക് ജസ്റ്റ് ബീനെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിന്റ് ബി. ഓക്കെ. റൺ ചെയ്ത് നോക്കാം. നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഹലോ വേൾഡ്, ഹായ് വേൾഡ്. സോ ഇങ്ങനെയാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്? മൾട്ടി ലൈൻ സ്ട്രിങ്ങിനെ നമുക്ക് എഴുതാൻ സാധിക്കുന്നത്. സോ ഇവിടെ ഡബിൾ കോട്ട് വേണം എന്ന് തന്നെ നിർബന്ധമുണ്ടോ? ഒരിക്കലുമില്ല. നമുക്ക് വേണമെങ്കിൽ എന്ത് യൂസ് ചെയ്യാം? സിംഗിൾ കോട്ടും നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ. ഓ, 3 വേണ്ട, 3 കളയാം. ഇവിടെയും 3 കളയാം. ഓക്കെ. സോ ഇതും എന്ത് തന്നെയാണ്? 1 സെക്കൻഡ്. ഇതും എന്ത് തന്നെയാണ്? ഇതും നമുക്ക് സ്ട്രിങ് തന്നെയാണ്. സോ സ്ട്രിങ്ങിന് എങ്ങനെയാണ് നൊട്ടേഷൻ പഠിച്ചു, എന്താണ് സ്ട്രിങ് എന്ന് പഠിച്ചു, ടൈപ്പ് എങ്ങനെയാണ് ചെക്ക് ചെയ്യാന്ന് പഠിച്ചു. അതുപോലെ ഇനി എന്തൊക്കെയാണ് സ്ട്രിങ് എന്ന്
ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ സ്ട്രിങ്ങിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നത് പഠിച്ചു. സോ മൾട്ടി ലൈൻ എങ്ങനെയാണ്, സിംഗിൾ ലൈൻ എങ്ങനെ പഠിച്ചു. ഇനി നമ്മൾ സ്ട്രിങ്ങിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് 3 പോയിന്റ്സ് ആണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്ട്രിങ് ഒരു ഇമ്മ്യൂട്ടബിൾ ആണ്. സോ എന്താണ് ഇമ്മ്യൂട്ടബിൾ? ഓക്കെ, നമുക്ക് അതിൽ വഴിയിലോട്ട് വരാം. രണ്ടാമത്തത് എന്ന് വെച്ചാൽ സ്ട്രിങ് ഇമ്മ്യൂട്ടബിൾ ആണ്, അതുപോലെ തന്നെ ഇൻഡെക്സ്ഡ് ആണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിങ്ങിന്റെ അകത്തുള്ള ഓരോ ക്യാരക്ടറിനെയും നമുക്ക് ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, മൂന്നാമത്തെന്ന് വെച്ചാൽ അത് ഇമ്മ്യൂട്ടബിൾ ആണ്, ഇൻഡെക്സ്ഡ് ആണ്, അതുപോലെ തന്നെ അത് ഐട്രബിൾ ആണ്. നമുക്കത് ഐട്രേറ്റ് ചെയ്യാൻ സാധിക്കും. സോ അതെന്താന്ന് നോക്കാം. സോ നമ്മൾ ആദ്യത്തെ പോയിന്റ് ആയിട്ടുള്ള സ്ട്രിങ് ഇമ്മ്യൂട്ടബിൾ ആണ്. സോ എന്താണ് മ്യൂട്ടബിൾ ആൻഡ് ഇമ്മ്യൂട്ടബിൾ? സോ പൈത്തൻ്റെ അകത്തുള്ള ഒരു കോൺസെപ്റ്റ് ആണ് മ്യൂട്ടബിൾ ആൻഡ് ഇമ്മ്യൂട്ടബിൾ. സോ മ്യൂട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു വേരിയബിളിനെ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്ന വേരിയബിൾസിനെയാണ് അല്ലെങ്കിൽ ഡാറ്റ ടൈപ്പിനെയാണ് മ്യൂട്ടബിൾ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. സോ നമുക്കതിനെ ചെയ്യാൻ പറ്റില്ല. നമുക്ക് വൺസ് നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമുക്കതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ആ വേരിയബിളിനെ, ആ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ഇമ്മ്യൂട്ടബിൾ ആണെന്ന് പറയാം. സോ എങ്ങനെയാണ് സ്ട്രിങ് ഒരു ഇമ്മ്യൂട്ടബിൾ ആകുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ജസ്റ്റ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, വീണ്ടും ഹലോ വേൾഡ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യുക. ജസ്റ്റ് പ്രിന്റ് ചെയ്ത് നോക്കാം. സോ നമുക്ക് കിട്ടി. ഓക്കെ, ഇവിടെ. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു സ്ട്രിങ്ങിനെ ഞാൻ ഫസ്റ്റ് ലൈനിൽ ഞാൻ ഒരു ഇനീഷ്യലൈസ് ചെയ്തു അല്ലെങ്കിൽ ഒരു ക്രിയേറ്റ് ചെയ്തു. ഇനി അതിനെ ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, സ്ട്രിങ്ങിനെ. സോ സ്ട്രിങ്ങിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഈസ് ഈക്വൽ ടു, നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു നൊട്ടേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഹലോ വേൾഡ്, ജസ്റ്റ് ഞാനൊരു ഡബിൾ കോട്ട് കൂടെ ഇടുന്നു. ഓക്കെ, സോറി, എക്സ്ക്ലമേഷൻ സിമ്പിൾ കൂടെ ഇടുന്നു. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് കിട്ടി, ഹലോ വേൾഡിൻ്റെ കൂടെ നമുക്ക് ആ ഒരു 2 സാധനങ്ങൾ കിട്ടി. ഓക്കെ, ഇനി നമുക്കൊരു ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു, പക്ഷെ നമുക്കിപ്പോൾ ചേഞ്ച് ആയി. അപ്പോൾ എന്താ സംഭവിച്ചത്? സ്ട്രിങ് നമ്മൾ ഇമ്മ്യൂട്ടബിൾ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പക്ഷേ ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ സ്ട്രിങ് ഇമ്മ്യൂട്ടബിൾ ആണോ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? സോ ആക്ച്വലി എന്താ അവിടെ സംഭവിച്ചത് വെച്ചാൽ, ഞാൻ ഈ ഒരു വേരിയബിളിനെ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഇവിടെ ഞാൻ ഇതാണ് നമ്മുടെ സ്ട്രിങ്ങിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. സോ ആക്ച്വലി ഇത് അപ്ഡേറ്റ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? പഴയ വേരിയബിളിനല്ല നമ്മൾ അപ്ഡേറ്റ് ചെയ്തത്. അപ്ഡേറ്റ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത് വെച്ചാൽ പുതിയൊരു വേരിയബിൾ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ചോദിക്കും എവിടെയാ, ഇതിപ്പോൾ എ അവിടെ ഉണ്ടായിരുന്നു, എ തന്നെ പ്രിന്റ് ചെയ്തു, എന്താ പ്രശ്നം? സെയിം വേരിയബിൾ തന്നെയല്ലേ അപ്ഡേറ്റ് ചെയ്ത്. സോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരാളുടെ ഐഡന്റിറ്റി, ഓക്കെ, ആരാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതിന് പറയുന്നത് ഐ ഡി. സോ ഞാൻ ഈ ഐ ഡിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ എൻ്റെ അകത്തോട്ട്, സോറി, ഐ ഡി എന്ന ഫംഗ്ഷനകത്ത് എ പാസ് ചെയ്തു. സോ ഇവിടെ നമുക്കൊരു ഐ ഡി കിട്ടി. ഓക്കെ, സോ ഹലോ വേൾഡ് എന്ന് ഞാനിവിടെ ഡിക്ലെയർ ചെയ്തു, അല്ലെങ്കിൽ ഇനീഷ്യലൈസ് ചെയ്തു, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, അതിനെ പ്രിന്റ് ചെയ്തപ്പോൾ നമുക്ക് ഇതിന് ഐ ഡി കിട്ടി അല്ലേ? ഇനി ഞാൻ പ്രിന്റ് ചെയ്തത് ഇവിടെ ഒരു മോഡിഫിക്കേഷൻ ചെയ്തതിന് ശേഷമാണ്. സോ നമ്മൾ മോഡിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇതേ ആളുടെ എയുടെ ഐ ഡി ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓ, എന്താ മനസ്സിലായത്? ഇവിടെ ഉള്ള ഐ ഡി വേറെയാണ്, ഇവിടെ ഉള്ള ഐ ഡി വേറെയാണ്. എന്താ സംഭവിച്ചേ? സോ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പിൽ, ഓക്കെ, ഇവിടെ വെച്ച് നമ്മൾ അതിനെ അപ്ഡേറ്റ് ചെയ്ത്. സോ ഈ അപ്ഡേറ്റ് ചെയ്ത സ്റ്റെപ്പിൽ എന്താ സംഭവിച്ചത്? ആക്ച്വലി പഴയ ആൾ പോയി പുതിയ ആൾ വന്നു. സോ പഴയ ആളുടെ മെമ്മറി ഐ ഡി ഇതായിരുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ഒരാളുടെ മെമ്മറി അഡ്രസ്സ് വെച്ചിട്ടാണ് നമ്മൾ ഒരാളെ മനസ്സിലാക്കുന്നത്. ബേസിക്കലി ഈ ഒരു മെമ്മറി അഡ്രസ്സുള്ള വേരിയബിളിലോട്ടാണ് നമ്മൾ ഈ ഒരു ഹലോ വേൾഡിനെ നമ്മൾ സ്റ്റോർ ചെയ്തേക്കുന്നത്. സോ നമ്മൾ മോഡിഫൈ ചെയ്തതിന് സംഭവിച്ച എന്താ ചെയ്ത്, ആ വേരിയബിളിനെ മാറ്റിയിട്ട് വേറൊരു മെമ്മറി അഡ്രസ്സിലുള്ള വേരിയബിളിലോട്ടാണ് ആക്ച്വലി ഇത് മോഡിഫൈഡ് ആയിട്ടുള്ള സ്ട്രിങ് പോയത്. സോ ഇത് രണ്ടാളാണ്. സോ ഇവിടെ എന്ത് സംഭവിച്ചു? ഓൾറെഡി ഈ എ എന്ന് പറയുന്ന ആൾ മാറിയിട്ട് പുതിയ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സ്ട്രിങ് എന്ന് പറയുന്നത് ഇമ്മ്യൂട്ടബിൾ ആണ്. സ്ട്രിങ്ങിനെ നമ്മൾ വൺസ് നമ്മളിതിനെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ചേഞ്ച് ചെയ്താൽ എന്ത് സംഭവിക്കും? ആ ആൾ പോയിട്ട് പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആകും. സോ എന്താണ് ഇമ്മ്യൂട്ടബിൾ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ ഇറ്റ്സ് വെരി ഈസി. സോ സ്ട്രിങ് ഈസ് ഇമ്മ്യൂട്ടബിൾ. സോ ദ സെക്കൻഡ് പോയിന്റ് ഈസ് ഇൻഡെക്സബിൾ ആണ്. സോ എന്താണ് ഇൻഡെക്സബിൾ നോക്കാം. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്ട്രിങ് എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് ക്യാരക്ടർ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ
പൈത്തൻ്റെ അകത്ത് സ്ട്രിങ്ങിനെ കൺസിഡർ ചെയ്യുന്നത് ഒരു അറേ പോലെ തന്നെയാണ്. സോ നമുക്ക് ഓൾറെഡി അറേൻ്റെ അകത്ത് ഒരു എലമെന്റിനെ ഇൻഡെക്സ് വെച്ചെടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. സോ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് ഇൻഡെക്സ് വെച്ച് എടുക്കാൻ പറ്റുന്നതാണ്. സോ ദാറ്റ് മീൻസ് ഈ സ്ട്രിങ്ങിൻ്റെ അകത്തുള്ള എച്ച് എന്ന് പറയുന്ന ക്യാരക്ടർ ബേസിക്കലി അല്ലെങ്കിൽ ഇയാളുള്ളത് 0th ഇൻഡെക്സിലാണ്, ഇയാളുള്ളത് ഫസ്റ്റ് ഇൻഡെക്സിൽ, സെക്കൻഡ് ഇൻഡെക്സിൽ, തേർഡ് ഇൻഡെക്സിൽ, അങ്ങനെ ഡി എന്ന് പറയുന്ന ആളാണ് അവസാനത്തെ ഇൻഡെക്സിലുള്ളത്. സോ നമുക്ക് ഇൻഡെക്സ് വെച്ചിട്ട് ഇതിനകത്തുള്ള ക്യാരക്ടറിനെ നമുക്ക് എടുക്കാൻ സാധിക്കുമെന്നാണ് സ്ട്രിങ്ങിന്റെ പ്രത്യേകത. നമുക്ക് ജസ്റ്റ് നോക്കാം. പ്രിന്റ് ഓക്കെ, ഇൻഡെക്സ് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ നമ്മുടെ വേരിയബിളിന്റെ കൂടെ സ്ക്വയർ ബ്രാക്കറ്റ് അതിന്റെ കൂടെ 0. ഓക്കെ, ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 0th ഇൻഡെക്സിലുള്ള എച്ച് ആണ്. ജസ്റ്റ് നോക്കാം. യെസ്, എച്ച് ഇവിടെ ഉണ്ട്. സോ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 1 നോക്കാം, 2 നോക്കാം, 3 നോക്കാം, എന്ത് വേണമെങ്കിലും നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ 1 കൊടുത്തു, ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ നമ്മളൊരു 7 കൊടുക്കുന്നു. ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. സോ നമുക്ക് കിട്ടിയ എന്താണ്, എച്ച് ഇയാൾ 0th ഇൻഡെക്സിലുണ്ട്, ഇ എന്ന് പറയുന്ന ആള് ഫസ്റ്റ് ഇൻഡെക്സിലുണ്ട്, ആൻഡ് 7th ഇൻഡെക്സിൽ ഒ എന്ന് പറയുന്ന ആളുണ്ട്. സോ സ്ട്രിങ് ഈസ് ഇൻഡെക്സിബിൾ ആണ്, അല്ലെങ്കിൽ ഇൻഡെക്സ് വെച്ച് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി മൂന്നാമത്തത് ഐട്രബിൾ ആണ്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്ട്രിങ് എന്ന് പറയുന്നത് ഒരു അറേ പോലെയാണ് കൺസിഡർ ചെയ്യുന്നത്. സോ അറേയുടെ പ്രത്യേകതയാണ് നമ്മൾ എങ്ങനെയാണ് ഐട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത്. ജസ്റ്റ് നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ്. സോ നമ്മൾ ഐട്രേറ്റ് ചെയ്യുന്ന ഫോർ ലൂപ്പ് ഒന്നും നമ്മളിപ്പം നോക്കുന്നില്ല, എങ്കിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ ഐട്രേറ്റ് ചെയ്യുന്ന നോക്കാം. ഓക്കെ, സോ വെരി ഈസിയാണ്. സോ നമ്മൾ ഓക്കെ, യെസ്. സോ എങ്ങനെയാണ് ഐട്രേറ്റ് ചെയ്യാൻ പറ്റുക, നമ്മളിവിടെ ഫോർ എന്നുള്ള ഫോർ ലൂപ്പ് ഇങ്ങനെയാണ് അതിന്റെ സിൻടാക്സ്. നമ്മൾ ഇതിലോട്ടെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വരുന്നതാണ്, പക്ഷേ ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഫോർ ഐ ഇൻ എ, സോ എ എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രിങ് ആണ്. സോ സ്ട്രിങ്ങിൽ നമ്മൾ ഓൾറെഡി ഇൻ എന്ന് പറയുന്ന നമ്മൾ മെമ്പർഷിപ്പ് ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഇൻ നോട്ട് ഇൻ. സോ എയിൽ ഐ ഉണ്ടോ എന്നുള്ളതാണ്. സോ ഐ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഫോർ ലൂപ്പ് ഉണ്ട്. സോ അതുകൊണ്ട് ഇതിൻ്റെ അകത്തുള്ള ഓരോ എലമെന്റിനെയും എന്ത് ചെയ്യും, ഐട്രേറ്റ് ചെയ്യുന്നതാണ്. ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. സോ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇറ്റ് ഈസ് ഐട്രബിൾ. ഓക്കെ, ഐട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ എന്താണ് സ്ട്രിങ് എന്ന് പഠിച്ചു, അതുപോലെ തന്നെ സ്ട്രിങ്ങിന്റെ കീ പോയിന്റ്സ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചു. ഇനി രണ്ടാമത്തെ കാര്യം സ്ട്രിങ് കൺകാറ്റനേഷൻ ആൻഡ് റിപ്പീറ്റേഷൻ. സോ അതെന്താ നോക്കാം. സോ ജസ്റ്റ് ഞാൻ സ്ട്രിങ് കൺകാറ്റനേഷൻ നോക്കാം. സോ സ്ട്രിങ്ങിനെ നമുക്ക് കൺകാറ്റനേറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഞാനിവിടെ കാര്യം ചെയ്തു എക്സ് എ ഈക്വൽ ടു ഹലോ. ഇനി നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നായിരുന്നു അല്ലേ, അതിനെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞു. അത് തന്നെയാണ് കൺകാറ്റനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ എ ഈസ് ഈക്വൽ ടു ഹലോ, ഇനി അതിന്റെ കൂടെ എന്ത് ചെയ്യും, കൺകാറ്റനേഷൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അസൈൻമെന്റ് അല്ലെങ്കിൽ അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സിലെ പ്ലസ് ആണ്. സോ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, വേൾഡ് എന്ന് കൊടുക്കാൻ പോവാം. ഓക്കെ, വേൾഡ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ ജസ്റ്റ് പ്രിന്റ് ചെയ്യുന്നു. പ്രിന്റ് ഏ, നോക്കാം എന്ത് സംഭവിക്കും. ഓ വൈ, എന്ത് സംഭവിച്ചു, ഹലോ വേൾഡ്. ഇത് കൺകാറ്റനേഷൻ സംഭവിച്ചു. സോ സ്ട്രിങ്ങിനെ നമുക്ക് കൺകാറ്റനേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സ്ട്രിങ്ങിനെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കും. അതെന്താ നോക്കാം. സോ ഇവിടെ നമ്മൾ കൺകാറ്റനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന രണ്ട് സ്ട്രിങ്ങുകളെ നമുക്ക് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേറ്റർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യോജിപ്പിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അതിനെ രണ്ടും കൂടെ കൺകാറ്റനേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റിപ്പീറ്റേഷൻ ആണ്. റിപ്പീറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, എ എന്ന് പറയുന്ന വേരിയബിളിലെ ഹലോ മാത്രം മതി. ഓക്കെ ഫൈൻ. ഇനി ഞാൻ പറയാണ്, നമുക്കറിയാം റിപ്പീറ്റേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു സാധനത്തിന് പല തവണ നമുക്ക് എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്ത് കാണിക്കാൻ സാധിക്കും. സോ ഹലോ ഇവിടെ നമ്മൾ എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്തുണ്ട്. ഈ ഹലോനെ നമുക്ക് ഒരു 10 തവണ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് പ്രിന്റ് എന്ന് കൊടുക്കാം. അതിനുശേഷം എ, ഇനി മാത്തമാറ്റിക്സിലെ ഇൻഡു. ഓക്കെ, ഇൻഡു ഓപ്പറേറ്റേഴ്സ് നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഡു. സോ സ്റ്റാർ എന്നാണ് ഉപയോഗിക്കുക. സോ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 5 എന്ന് കൊടുത്താൽ എന്ത് സംഭവിക്കുക, ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, ഇതിനെന്ത് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്, പ്രിന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ കൺകാറ്റനേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇതെല്ലാം സ്ട്രിങ്ങിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഇനി മറ്റൊരു കാര്യം, അടുത്ത ലാസ്റ്റ് പോയിന്റ്, ഇതോടുകൂടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ഇവിടെ എന്താണ് ഫോർമാറ്റിംഗ്. സോ സ്ട്രിങ്ങിനെ നമുക്ക് എങ്ങനെ ഫോർമാറ്റിംഗ് ചെയ്യാൻ സാധിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അവിടെ ഞാൻ പറയുന്നു ഹായ്, മൈ നെയിം ഈസ് ജോൺ. ഓക്കെ, നമുക്ക് ജസ്റ്റ് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് ടെക്സ്റ്റ് അല്ലേ, ടെക്സ്റ്റ് എന്ത് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്കിവിടെ പ്രിന്റ് സ്ട്രിങ് വന്നു. ഇനി ഇതിനെ നമുക്ക് എങ്ങനെയാണ് ഫോർമാറ്റ് ചെയ്യാൻ സാധിക്കുക. ഫോർ എക്സാമ്പിൾ
ഇവിടെ ഇപ്പം ഞാൻ ഒരു ടെക്സ്റ്റ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പം ഹായ് മൈ നെയിം ഈസ് ജോൺ. സോ നമ്മൾ ഈ ജോൺ എന്ന് പറയുന്നത് നമ്മൾ സപ്പോസ് ഇതൊരു വേറൊരു വേരിയബിളിൻ്റെ അകത്താന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ നെയിം ഈസ് ഈക്വൽ ടു ജോൺ. ഓക്കെ, സോ നമുക്കിവിടെ ഈ ജോൺ എന്ന് പറയുന്ന ഈ ഒരു ഈ ഒരു പേര്, ഈ ഒരു സ്ട്രിങ്ങിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ ഓൾറെഡി ജോൺ ഉണ്ട്. ഈ ജോൺ വേണ്ട. പകരം നമുക്ക് എന്ത് ചെയ്യണം, ഈ നെയിമിൻ്റെ അകത്തുള്ള ജോണിനെ ഇവിടെ കൊടുക്കണം. അതാണ് ഫോർമാറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതെങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. സോ അതിനായിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, അത് നമുക്ക് രണ്ട് രീതിയിൽ ഫോർമാറ്റിംഗ് ചെയ്യാൻ പറ്റും. അത് രണ്ടും നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ഫസ്റ്റ് രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കാം. ഓക്കെ, നമുക്കൊരു ടെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഓക്കെ, പ്രിന്റ്. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഓക്കെ, ജസ്റ്റ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കും? എക്സിക്യൂട്ട് ചെയ്താൽ നമുക്കിവിടെ ഹായ് മൈ നെയിം ഈസേ ഉള്ളൂ. സോ നമുക്ക് ഈ ജോണിനെ ഇവിടെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി വെച്ചാൽ, ഇവിടെ ജസ്റ്റ് ഒരു എഫ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു കേളി ബ്രേസ് ഇട്ടതിന് ശേഷം ഈ നെയിമിന് എന്ത് ചെയ്യാൽ മതി, അതിൻ്റെ അകത്തോട് ജസ്റ്റ് അസൈൻ ഇട്ട് ചേർത്താൽ മതി. ഓക്കെ, ഇനി റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഹായ് മൈ നെയിം ഈസ് ജോൺ. ഓക്കെ, നൈസ്. സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോ ഫോർ എക്സാമ്പിൾ ഇയാൾക്ക് ഇവിടെ എന്തുണ്ടായിരുന്നു, ഒരു ഏജ് ഉണ്ടെന്ന് വിചാരിക്കാം. ഏജ് ഈസ് ഈക്വൽ ടു ഇയാളൊരു 34-കാരനാണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഇനി നമ്മൾ പറയാൻ പോവാണ്. ഓക്കെ, ഇയാളുടെ പേര് ഹായ് മൈ നെയിം ഈസ് ജോൺ ആണ്. അതുപോലെ തന്നെ മൈ ഏജ് ഈസ് എന്താണ്, സിമ്പിളായിട്ട് ഏജ് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നൈസ്. ഹായ് മൈ നെയിം ഈസ് ജോൺ ആൻഡ് മൈ നെയിം ഈസ് 34. സോ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്ട്രിങ്ങിനെ നമുക്ക് ഫോർമാറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇവിടെ എന്താ ബേസിക്കലി സംഭവിച്ചത് വെച്ചാൽ, ഈ ഒരു സ്ട്രിങ്ങിൻ്റെ അകത്ത് വേറൊരു വാല്യൂ, വേറൊരു വേരിയബിളിൻ്റെ അകത്തുള്ള വാല്യൂ നമുക്ക് ആ സ്ട്രിങ്ങിൻ്റെ അകത്ത് കാണിക്കണമെങ്കിൽ എന്ത് യൂസ് ചെയ്താൽ മതി? ഇതുപോലെ എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഡബിൾ കോഡിനകത്ത് കൊടുത്താൽ മതി. വെരി നൈസ്, റൈറ്റ്? സോ ഇത് ഒരു മാർഗം മാത്രമാണ്. ഇതുപോലെ മറ്റൊരു മാർഗമുണ്ട്. അതിനായിട്ട് നമുക്കൊരു ഫംഗ്ഷൻ തന്നെയുണ്ട്. ഓക്കെ, സോ ഇതിന് നമുക്ക് എങ്ങനെയാണ് നമ്മൾ മറ്റൊരു മാർഗത്തിലൂടെ ഇത് ജസ്റ്റ് കമൻറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിന്റ്. നമുക്കൊരു ഫംഗ്ഷൻ തന്നെയുണ്ട്. ഓക്കെ, ഫംഗ്ഷനെ പറയുന്ന പേരാണ് ഫോർമാറ്റ്. ഓക്കെ, അപ്പം നമ്മൾ ഇത് ജസ്റ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് കോപ്പി അടിക്കാം, കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഡബിൾ കോട്ട് മുഖ്യം ബിഗിലെ. ഓക്കെ, നൈസ്, കൊടുത്തു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ എഫ് വേണ്ട ആവശ്യമില്ല എങ്കിൽ നമുക്ക് വേറൊരു മാർഗം, നമുക്ക് ഇതിനെ പറയുന്ന പേരാണ്, ഒരു മെത്തേഡ് ഉണ്ട് സ്ട്രിങ്ങിന്. ഓക്കെ, ഡോട്ട് ഫോർമാറ്റ്. ഓക്കെ, ഈ ഫോർമാറ്റ്. സോ ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡോട്ട് ഫോർമാറ്റ് കൊടുക്കുമ്പോൾ പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതുപോലെ നൊട്ടേഷൻ്റെ ആവശ്യമില്ല. നമുക്ക് നെയിമിനെ കളയാം, ഏജിനെ കളയാം. എന്നിട്ട് എന്ത് ചെയ്യാം, അവർ രണ്ടുപേരെയും നമ്മൾ ഓർഡറിൽ ഇതിനകത്ത് കൊടുക്കാം. നെയിം കോമ ഏജ്. കൺഫ്യൂഷൻ ആയോ? റൺ ചെയ്യാം. ഓക്കെ, ഹായ് മൈ നെയിം ഇസ് ജോൺ, മൈ ഏജ് ഇസ് 34. സോ എന്ത് സംഭവിച്ചു? നേരത്തെ നമ്മൾ ഡയറക്ട്ലി നമ്മൾ ആ വേരിയബിളിനെ ഈ സ്ട്രിങ്ങിൻ്റെ അകത്തോട്ട് അല്ലെങ്കിൽ ഈ ഒരു കേളി ബ്രേസിനകത്ത് കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് അതിൻ്റെ സ്പേസ് നമ്മൾ അലോക്കേറ്റ് ചെയ്യും. ഓക്കെ, ഹായ് മൈ നെയിം, എന്നിട്ട് ഇവിടെ ഒരു സാധനം വരാൻ പോകുന്നുണ്ട്, അയാളെ നമ്മൾ എവിടെ പറയും, ഫോർമാറ്റ് മെത്തേഡിൻ്റെ അകത്ത് പറയുന്നുണ്ട് എന്ന് പറയും. ഓക്കെ, ഇവിടെ മൈ നെയിം ഈസ്, വീണ്ടും നമ്മളൊരു സ്പേസ് അലോക്കേറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ ഒരു സാധനം വരാൻ പോകുന്നുണ്ട്, അത് വഴിയെ വരുന്നുണ്ടെന്ന് പറയും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഡോട്ട് ഫോർമാറ്റിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, എന്തൊക്കെയാണോ ഇവിടെ കൊടുത്തത് അത് ഓർഡറിൽ കൊടുക്കുക. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക, ഇത് ഞാൻ ജസ്റ്റ് ഓർഡർ അങ്ങ് തിരിച്ചു എന്ന് വിചാരിക്കുക, എന്താ സംഭവിക്കുക? ഓക്കെ, ഇവിടെ ഞാൻ ഏജ് കൊടുത്തു, ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം, എന്ത് സംഭവിച്ചു? ഓ, നൈസ്, 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 നൈസ്. വാട്ട്സ് ഹാപ്പൻഡ്? കീ എറർ. 1 second. ഓക്കെ, ജസ്റ്റ് ഇവിടെ സ്പേസ് ഇടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ എന്താ സംഭവിച്ചത്? ഹായ് മൈ നെയിം ഈസ് 34, മൈ ഏജ് ഈസ് ജോൺ. ഓക്കെ, അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഓർഡർ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യൽ നിർബന്ധമാണ്. ഓക്കെ, ഇവിടെ നമ്മൾ കേളി ബ്രേസിന് ശേഷം രണ്ട് കേളി ബ്രേസ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ആദ്യത്തെ ആളെ നമ്മൾ ആദ്യം തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യും, തിരിഞ്ഞു പോകും. സോ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആകെ പണിയാകും. സോ അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇനി നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ സപ്പോസ് ഒരു കാര്യം കൂടി ചെയ്യാം. ഓക്കെ, ഏജ് ഈസ് ദിസ് ആൻഡ് മൈ ഓക്കെ മൈ ഹൈറ്റ് ഈസ്, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ എന്തെങ്കിലും കൊടുത്തു വിചാരിക്കാം. ഓക്കെ, ഇനി ഇത് റൺ ചെയ്താൽ എന്ത് സംഭവിക്കാം?
ഓ, again ഇൻഡെക്സ് എറർ റീപ്ലേസ്മെന്റ് ഇൻഡെക്സ് ടു ഔട്ട് ഓഫ് റേഞ്ച് പൊസിഷൻ ആർഗ്യുമെന്റ് ടുപ്പിൾ. എന്താ സംഭവിച്ചേ? ഇവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ 3 പേരെ നമ്മൾ അലോക്കേറ്റ് ചെയ്തിരുന്നു, പക്ഷെ നമ്മൾ 2 പേരെ കൊടുത്തുള്ളൂ. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എന്താണോ നമ്മൾ കൊടുത്തത് അത് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. സോ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ഹൈറ്റ് വേരിയബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഹൈറ്റ് 178. നമ്മൾ ഇയാളെ പിടിച്ചവിടെ കൊടുക്കാം, ഇവിടെ കൊടുക്കാം. ഓക്കെ, റൺ ചെയ്യാം. ഓക്കെ, നൗ ഇറ്റ്സ് കറക്റ്റ്, ക്ലിയർ. ഓക്കെ, ഹൈ മൈ നെയിം ഈസ് 34. സോറി, മൈ നെയിം ഈസ് അഗൈൻ തിരിഞ്ഞു പോയി. നമുക്ക് എന്ത് ചെയ്യാം, മൈ നെയിം ഇവിടെ തന്നെ കൊടുക്കാം, അതുപോലെ തന്നെ ഏജ് ഇവിടെ കൊടുക്കാം. വീണ്ടും റൺ ചെയ്യുന്നു. ഹൈ മൈ നെയിം ഈസ് ജോൺ, മൈ ഏജ് ഈസ് 34 ആൻഡ് മൈ ഹൈറ്റ് ഈസ് 178. സോ ഇതാണ് സ്ട്രിംഗ് ഫോർമാറ്റ്. സോ സ്ട്രിംഗ് ഫോർമാറ്റിന് വേണ്ടി നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ഒന്നിൽ ഫോർമാറ്റ് മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു രീതിയിൽ നൊട്ടേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ ഓക്കെ, ഇത് രണ്ടും നമ്മൾ ട്രൈ ചെയ്തു. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് വൺ ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡ് വൺ. സോ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ പഠിക്കാൻ പോകുന്നതാണ്. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കുറച്ചുകൂടെ ഇൻ ഡെപ്തിൻ്റെ അകത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ട്. സോ അവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ലൈസിംഗ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ സ്ട്രിംഗ് മെത്തേഡ്സുകൾ, ഒരുപാട് ബിൽഡ് ഇൻ മെത്തേഡ്സുകൾ സ്ട്രിങ്ങിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. സോ അതെല്ലാം നമ്മൾ പാർട്ട് 2ൻ്റെ അകത്ത് പരിചയപ്പെടാൻ പോകുന്നതാണ്. ഓക്കെ, സോ ബൈ ബൈ.